നിയമത്തേക്കാണ് രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും. കഴിഞ്ഞ കുറിയും അത് അങ്ങനെ തന്നെയായിരുന്നു. ഗ്ലാമർ പോരാട്ടം, പക്ഷേ നെഞ്ചിടിപ്പിന്റെ പോരാട്ടം നടന്നത് നേമത്ത് തന്നെയായിരുന്നു. ഇക്കുറിയും അവിടെ നേരത്തെ പൂട്ടിയ അക്കൗണ്ട് BJP റീ ഓപ്പൺ ചെയ്യുമോ എന്നതാണ് ചോദ്യം. നേരത്തെ അതൊരിക്കൽ ശിവൻകുട്ടിയും LDFും പൂട്ടിച്ചതാണ്. അതങ്ങനെ പൂട്ടി തന്നെ കിടക്കുമെന്ന ഒരു പ്രഖ്യാപനം നേരത്തെ ശിവൻകുട്ടി നടത്തിയതുമാണ്. അതുകൊണ്ട് ഇക്കുറിയും വലിയ വാക്പോരുമായി രണ്ട് സ്ഥാനാർത്ഥികളും കളത്തിലുണ്ട്. അതൊരു സംവാദത്തിലേക്ക് എത്തുന്നു എന്നതാണ് ചിത്രം. നേമത്തെ വി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ സംവാദത്തിന് കളമൊരുങ്ങുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ നേമത്തെ വികസന സംവാദ വെല്ലുവിളി വി ശിവൻകുട്ടി ഏറ്റെടുത്തിരിക്കുന്നു. ഞായറാഴ്ച ഉച്ചവരെ പൂജപ്പുരയിൽ സംവാദത്തിന് തയ്യാറാണെന്നും തീയതി മാറ്റണമെങ്കിലും തയ്യാറാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേന്ദ്ര നൈപുണ്യ വികസന സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം ആ സ്ഥാനത്തിരുന്നപ്പോൾ അദ്ദേഹത്തിനോടൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിനും പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തിനും നേമത്തിനും വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ള വിവരം വ്യക്തമാക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നയമണ്ഡലത്തിൽ നടന്നത് സമാനതകളില്ലാത്ത വികസന വിപ്ലവമാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. അദ്ദേഹം പറയുന്നത് ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഈ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ ഡിബേറ്റിന് വെല്ലുവിളിക്കുകയാണ്. ഓപ്പൺ ഡിബേറ്റിന്